നമസ്കാരം. ജനിച്ചു വീണ മണ്ണിൽ എന്തെന്നറിയാതെ ജീവനറ്റ് വീഴുന്ന കുരുന്നുകൾ, മൃതദേഹങ്ങളും പേറി ആർത്തലയ്ക്കുന്നവർ, ഭക്ഷണത്തിനായി കൈനീട്ടുന്ന കുരുന്നുകൾ, കിട്ടിയതെല്ലാം എടുത്ത് എങ്ങോട്ടെന്നില്ലാതെ പലായനം ചെയ്യുന്ന മനുഷ്യർ. 2 വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിലെ ഏറ്റവും ദയനീയ കാഴ്ചകളാണ് ഗസയിൽ നിന്നും വരുന്നത്. യുദ്ധക്കൊതിമാറാതെ ഇരച്ചെത്തുന്ന ഇസ്രയേൽ ടാങ്കറുകൾ ഗാസ സിറ്റിയും കടന്ന് മുന്നേറുന്നു. തീ തുപ്പുന്ന വ്യോമാക്രമണങ്ങൾക്കും കുറവില്ല. നിലം പതിച്ച കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനോടെ പിടയുന്നവർ ഇപ്പോഴുമുണ്ട്. ഹമാസിനെ ഉന്മൂലനം ചെയ്യാനെന്ന പേരിൽ നടത്തുന്ന ആക്രമണത്തിലൂടെ ഇസ്രയേൽ പലസ്തീനികളെ വംശഹത്യ നടത്തുകയാണെന്ന് കണ്ടെത്തിയത് ഐക്യരാഷ്ട്രസഭ അന്വേഷണ കമ്മീഷനാണ്. വെടിനിർത്തലിനുള്ള UN സുരക്ഷാ സമിതി പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തതോടെ ഗസയിൽ സമാധാനം അകലെയാണ്. ഗസയിലെ കൂട്ടക്കുരുതിയിൽ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോ എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ നിർമ്മൽ എബ്രഹാം, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ AM ഷിനാസ്, അധ്യാപകനും വിദേശകാര്യ വിദഗ്ധനും ആണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ശ്രീ AM ഷിനാസ്, നോക്കൂ, 2 വർഷമായി തുടരുന്ന യുദ്ധമാണ്. അതിൻ്റെ ഏറ്റവും ഹീനമായ ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഗസ സിറ്റിയും കടന്ന് ടാങ്കറുകൾ മുന്നേറുന്നതിൻ്റെ വിവരങ്ങൾ അവിടെ നിന്നും വരുന്നു. പുറം ലോകവുമായ എല്ലാ ബന്ധവും അറ്റുപോകുന്ന തരത്തിൽ ഇന്റർനെറ്റ്, മറ്റ് സേവനങ്ങളെല്ലാം അറ്റുപോകുന്ന നിലയിലേക്ക് ഗസ എത്തിയിരിക്കുകയാണ്. പലായനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ സമയങ്ങളിലും ജീവനറ്റ് വീഴുന്ന മനുഷ്യരുണ്ട് അവിടെ. ആകെയുള്ള പ്രതീക്ഷയായിരുന്നു വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കിയതാണ്. അത് അമേരിക്ക വീറ്റോ ചെയ്തതോടെ ആ സാധ്യത അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇസ്രയേലിന് പിന്നിൽ അമേരിക്കയാണ്, അതിൻ്റെ പിന്തുണ അമേരിക്ക നൽകുന്നുണ്ട് എന്ന് അറിയാമെങ്കിൽ പോലും ഈ കൂട്ടക്കുരുതിയിൽ അമേരിക്കയുടെ പിന്തുണ, പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് ലോകത്തിന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണോ ഇന്നലെ UN-ൽ നടന്നത്? അമേരിക്ക ഇസ്രായേലിന് ഇന്നും ഇന്നലെയും ഐക്യരാഷ്ട്രസഭയിൽ പിന്തുണക്കാൻ തുടങ്ങിയതല്ല. എത്രയോ കാലമായി ഇസ്രായേലിന് വേണ്ടി അമേരിക്ക വീറ്റോ പ്രയോഗിക്കുന്നു. മാത്രമല്ല, 2020 എബ്രഹാം ഉടമ്പടി അനുസരിച്ച് UAE, ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള ബന്ധം നോർമലൈസ് ചെയ്തപ്പോൾ ആ സമയം തന്നെ ജെറൂസലേമിലേക്ക് ടെൽ-അവീവിൽ നിന്ന് അമേരിക്കൻ എംബസി പ്രതീകാത്മകമായി മാറ്റി. മാത്രമല്ല, 67 യുദ്ധത്തിൽ ഇസ്രായേൽ സിറിയയിൽ നിന്ന് പിടിച്ചടക്കിയ ഗോലാൻ കുന്നുകളെ, ഗോലാൻ ഹൈറ്റ്സിനെ അമേരിക്ക ഇസ്രായേലിന്റെ അവിച്ഛിന്ന ഭാഗമായി അംഗീകരിച്ചു. അപ്പോ അമേരിക്ക വാസ്തവത്തിൽ ഇറാനെ ആക്രമിക്കുമ്പോൾ അവസാനവട്ട ചർച്ചകൾ നടക്കുന്നതിന് ഒരു ദിവസം 2 ദിവസം മുമ്പാണ് ഇറാൻ ആക്രമിക്കപ്പെട്ടത്. ഒരു പ്രകോപനവും ഇല്ലാതെ അമേരിക്കയുടെ പച്ചക്കൊടി കിട്ടിയതിനു ശേഷമുള്ള ആക്രമണമായിരുന്നു. അതിൽ പിന്നെ 4 ദിവസം കഴിഞ്ഞപ്പോൾ അമേരിക്കയും പങ്കെടുത്തു. അപ്പൊ വാസ്തവത്തിൽ അമേരിക്ക ഇപ്പോൾ ദോഹയിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. അവിടെ അമേരിക്ക തന്നെയാണ് ദോഹയിൽ ഹമാസിന്റെ ഓഫീസ് തുറക്കാനും 2012 ഈ വക ചർച്ചകൾ നടത്താനും ഒക്കെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്. ദോഹ മധ്യസ്ഥം വഹിച്ചു. അതുപോലെ താലിബാന്റെ ഓഫീസ് ദോഹയിൽ സ്ഥാപിക്കാൻ വേണ്ടി മുൻകൈയെടുത്തതും അമേരിക്കയാണ്. അത് ഖത്തർ അംഗീകരിച്ചു. അങ്ങനെ ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വം അമേരിക്ക തന്നെ മുന്നോട്ട് വെച്ച ഈ വെടിനിർത്തൽ കരാറും ഒക്കെയായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചർച്ച ചെയ്യവെയാണ് ദോഹയിൽ ഇസ്രായേലിന്റെ ആക്രമണം നടക്കുന്നത്. അത് അമേരിക്ക, ട്രംപ് അറിഞ്ഞില്ല, ഖേദകരമായി എന്നൊക്കെ പറഞ്ഞെങ്കിലും നെതന്യാഹുവിനെ ട്രംപ് വിളിച്ചപ്പോൾ ആ ആക്രമണം ശരിയായില്ല എന്ന് നേരെ ചൊവ്വെ പറഞ്ഞില്ലെങ്കിലും പിന്നെ ആ സംഭാഷണത്തിന്റെ ഒടുവിൽ എങ്ങനെയുണ്ടായിരുന്നു ആക്രമണം എന്നാണ്, എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ ഫലപ്രാപ്തി എന്ന ഒരു ചോദ്യം കൂടി നെതന്യാഹുവിനോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ വാർത്തകളിൽ വായിച്ചു. അമേരിക്കയുടെ മറ്റൊരു വക്താവ് പറഞ്ഞത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നത് അത് ഖത്തറിലാണെങ്കിലും അത് വേർത്തി ആക്ട് ആണ്, മൂല്യവത്തായ കാര്യമാണ് എന്നാണ്. ഈ കഴിഞ്ഞ 10-22-23 മാസമായിട്ടും ഹമാസ്, ഇസ്രായേൽ തന്നെ പറയുന്നത് 3000-4000 ഹമാസുകാർ, ഹമാസ് ഗാസ സ്ട്രിപ്പിൽ ഉണ്ടെന്നാണ്.
ഏതാണ്ട് 40 കിലോമീറ്റർ നീളവും പല ഇടങ്ങളിലും 5-8 കിലോമീറ്റർ വീതിയുമുള്ള വളരെ ചെറിയ ഒരു ഭൂപ്രദേശത്ത് 10-22 മാസം ഈ രീതിയിലുള്ള വംശഹത്യ എന്ന് ഐക്യരാഷ്ട്രസഭയും മറ്റ് പല സംഘടനകളും ഇസ്രായേലിൽ തന്നെയുള്ള 2 മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ വിശേഷിപ്പിച്ച ഈ യുദ്ധം ഈ മട്ടിൽ നരമേധം നടത്തിയിട്ടും ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായിട്ടുള്ള ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നത് നടന്നിട്ടില്ല. അപ്പൊ ഒക്ടോബർ 7-ന് വാസ്തവത്തിൽ ഹമാസ് ഈ ഒക്ടോബർ 7-ന് പലരും ഈ യുദ്ധത്തെ പറ്റി ഈ കാര്യത്തെ പറ്റി പറയുമ്പോൾ 2023 ഒക്ടോബർ 7-ന് ഒരു സുപ്രഭാതത്തിൽ ആരംഭിച്ച യുദ്ധമാണ് എന്ന മട്ടിലാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇതിന് 1948 പഴക്കമുണ്ട്. അതിനേക്കാൾ മുമ്പ് 100 കൊല്ലം പഴക്കമുള്ള ഒരു പ്രശ്നമാണിത്. ഈ യുദ്ധത്തിന്റെ ഈ പ്രശ്നത്തിന്റെ മർമ്മപ്രധാനമായ കാരണം അധിനിവേശമാണ്. 1947-ലാണ് UN സ്പെഷ്യൽ കമ്മീഷൻ ബ്രിട്ടീഷുകാർ തങ്ങളുടെ മാൻഡേറ്റ് അത് ഒഴിയുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ഒഴിയാനുള്ള കുറെ കാരണങ്ങളുണ്ട്. 1946 ജൂലൈ 22-ന് കിങ് ഡേവിഡ് ഹോട്ടലിൽ ഇസ്രായേലിന്റെ സയനിസ്റ്റ് ഭീകര സംഘടനയായ ഇർഗൂൺ അവിടെ അറബ് തൊഴിലാളികളുടെയും വെയിറ്റർമാരുടെയും വേഷത്തിൽ വന്ന് ആ കിങ് ഡേവിഡ് ഹോട്ടലിന്റെ ബേസ്മെന്റിൽ ബ്രിട്ടീഷ് മാൻഡേറ്റിന്റെ ഓഫീസും ട്രാൻസ്ജോർഡാന്റെ കാര്യാലയങ്ങളും ഒക്കെ പ്രവർത്തിച്ചിരുന്ന അവിടെ വൻ സ്ഫോടനം നടത്തി 21 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അതിൽ 10-40 പേർ അറബികളായിരുന്നു, 10-20 ചില്ലറ പേർ ബ്രിട്ടീഷ് പൗരന്മാരായിരുന്നു, അങ്ങനെ 91 പേർ. അപ്പൊ ഈ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ പിറവിക്ക് മുമ്പേ തന്നെ ഈ സയനിസ്റ്റ് ഭീകരത അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്കയുടെ ട്രൂമാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും അധികം ഇസ്രായേലിനെ പിന്തുണച്ചു പോരുന്ന, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇസ്രായേലിനെ പിന്തുണച്ചു പോരുന്ന അമേരിക്കൻ പ്രസിഡന്റാണ്. മറ്റു പ്രസിഡന്റുമാർ പിന്തുണച്ചിട്ടില്ലെന്നല്ല, മാത്രമല്ല ഇതിന്റെ പലരും പറയുന്ന ഒരു കാര്യം, ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിന് അഴിമതി കേസിൽ ഒക്കെ പെട്ടുകിടക്കുന്ന അദ്ദേഹത്തിന് ഭരണത്തിൽ പിടിച്ചു തൂങ്ങാനുള്ള ഒരു യുദ്ധമാണ്. അതിനേക്കാൾ ഉപരി മേഖലയിൽ, അതായത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന്റെ റീജിയണൽ ഹെജിമണി, ആ മേഖലയിൽ ഇസ്രായേലിന്റെ അധീശത്വം സ്ഥാപിക്കാനുള്ള, മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും സുപ്രീമസി സ്ഥാപിക്കാനുള്ള യുദ്ധമാണ് തീർച്ചയായും. അതാണ് ആ ഗ്രാവിറ്റിയിലാണ് ആ നടപടികൾ നടക്കുന്നതെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിന് കാലാകാലങ്ങളായി നൽകി വരുന്ന പിന്തുണ എന്താണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ 2 വർഷത്തോളം ഉള്ള കാലയളവിൽ ഏതാണ്ട് 8-ാം തവണയാണ് ഈ വീറ്റോ അധികാരം, 6-ാം തവണയാണ് വീറ്റോ അധികാരം അമേരിക്ക പ്രയോഗിക്കുന്നത്. പക്ഷെ നോക്കൂ, താൻ യുദ്ധത്തിനെതിരാണ്, താൻ ഇടപെട്ട് യുദ്ധങ്ങൾ നിർത്തിവരികയാണ്, നൊബേൽ സമ്മാനം ലക്ഷ്യമിട്ട് പോകുന്ന ട്രംപ് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് ഇത്. ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ട്രംപ് പറഞ്ഞത് താൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല എന്നതാണ്, എല്ലാം ഇസ്രായേലിന്റെ ഉത്തരവാദിത്തം മാത്രമാണ് എന്ന് പറഞ്ഞൊഴിയുകയാണ് ട്രംപ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും ഒരു വെടിനിർത്തലിനുള്ള എല്ലാ സാധ്യതയും അടച്ചുകൊണ്ട് ഈ വീറ്റോ അധികാരം അമേരിക്ക പ്രയോഗിക്കുമ്പോൾ ട്രംപിന്റെ ഇരട്ടത്താപ്പ് കൂടിയാണോ വെളിച്ചത്ത് വന്നിരിക്കുന്നത്? കൃത്യമായ വാക്കാണ് രേണുക, ഇരട്ടത്താപ്പ് എന്നത്. ട്രംപിന് തീർച്ചയായും ട്രംപിന്റെ ഇരട്ടത്താപ്പ് കംപ്ലീറ്റ് ആയി എക്സ്പോസ് ചെയ്യുന്ന നിമിഷങ്ങളാണിത്. കാരണം ട്രംപ് പൊതുവെ പറയുന്നത് താൻ സമാധാനത്തിന്റെ ദൂതനാണ്, താൻ ലോക സമാധാനം സൃഷ്ടിക്കാൻ എവിടെയെല്ലാം വെടിവയ്പുണ്ടോ അവിടെയെല്ലാം വെടിനിർത്തൽ ഉണ്ടാക്കാൻ താനാണ് ഒരു കാറ്റലിസ്റ്റായി പ്രവർത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഐക്യരാഷ്ട്ര സംഘടനയിൽ സെക്യൂരിറ്റി കൗൺസിലിൽ ഇസ്രയേലിനെ ഉടനടി വെടിനിർത്തൽ പ്രേരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രമേയം, ആ പ്രമേയം 14 അംഗരാജ്യങ്ങളാണ് ആ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത്. അതിനെതിരായി ഐക്യരാഷ്ട്ര സംഘടനയിലെ സെക്യൂരിറ്റി കൗൺസിലെ സ്ഥിര അംഗമായ അമേരിക്ക മാത്രം മാറി വോട്ട് ചെയ്തു. ഇപ്പൊ ജനറൽ അസംബ്ലിയുടെ മൂടും ഏതാണ്ട് അതേപോലെ തന്നെയാണ്. കാരണം മഹാഭൂരിപക്ഷം രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ വെടിനിർത്തൽ വേണമെന്ന അഭിപ്രായക്കാരാണ്. മുൻകാലങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രമേയങ്ങൾ വരുമ്പോൾ ഈ സമീപ ഭൂതകാലത്ത് പല പ്രമേയങ്ങളിൽ നിന്നും
ഇന്ത്യ തന്ത്രപരമായി വിട്ടുനിൽക്കുന്ന, വോട്ട് ചെയ്യാതെ അബ്സ്റ്റെയിൻ ചെയ്യുന്ന കാഴ്ച കണ്ടു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇന്ത്യ നിലപാടെടുത്തിരിക്കുന്നു. ഒരു ദ്വിരാഷ്ട്ര ഫോർമുല, ഒരു ഓസ്ലോ കരാറിന്റെ അടിസ്ഥാനത്തിൽ 2 രാജ്യങ്ങൾ, പലസ്തീൻ സ്വതന്ത്ര പരമാധികാര പലസ്തീനും സ്വതന്ത്ര പരമാധികാര ഇസ്രായേലും നിലനിൽക്കാനുള്ള അവകാശം അത് എൻഡോഴ്സ് ചെയ്യുന്ന ഭാരതത്തെ കണ്ടു. അതുകൊണ്ട് ഭാരതം ഇപ്പോൾ മറിച്ച് എൻഡോഴ്സ് ചെയ്യുന്നതിലാണ് നിലപാട്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് മാറുന്നു എന്ന ഒരു ചെറിയ സൂചന ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു തന്ത്രപരമായ ഒരു പിന്മാറ്റമാണ് മുൻകാലങ്ങളിൽ നടത്തിയത്. കാരണം കഴിഞ്ഞ 2 വർഷം കൃത്യമായി പറഞ്ഞാൽ ഒരു നിലപാടില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഭാഗികമായ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ മുന്നോട്ട് പോയത്. പക്ഷെ അപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ കൃത്യമായ നിലപാടിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്നു. അതുമാത്രമല്ല, അമേരിക്കയുടെ ഒരു നിലപാടിലെ വൈരുദ്ധ്യം ലോകരാജ്യങ്ങൾ കൂടുതൽ തിരിച്ചറിയുന്നു. ഇപ്പോൾ ഇതാ വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിർബാധം നരഹത്യ നടക്കട്ടെ, ജിനോസൈഡ് നടക്കട്ടെ എന്ന് തന്നെയാണ്. UN മനുഷ്യാവകാശ കമ്മീഷൻ ഉപയോഗിച്ച വാക്കും ജിനോസൈഡ് എന്ന് തന്നെയാണ്, വംശഹത്യ എന്നതാണ്. ഏതാണ്ട് 65,000-ഓളം പേരാണ് ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഗാസയുടെ മണ്ണിൽ പൊലിഞ്ഞു വീണത്. അതുപോലെ ഏതാണ്ട് 2 ലക്ഷത്തിൽ പരം ആളുകൾ അംഗഭംഗം വന്ന് നിൽക്കുന്നു. ഏതാണ്ട് 95% ആളുകളും ഡിസ്പ്ലേസ്ഡ് ആണ്. അവിടുത്തെ ഒരു കെട്ടിടങ്ങളും ബാക്കിയില്ല. ആ അവസരത്തിൽ ഇനി എന്ത് ഗാസയാണ് ബാക്കിയുള്ളത്? അപ്പോൾ ഒരു വെടിനിർത്തൽ എന്നത് അനിവാര്യമാണ്. അത് ഇപ്പോൾ അമേരിക്കയുടെ ഇടപെടലോടുകൂടി അത് അസാധ്യമായി മാറിയിരിക്കുന്നു. അത് ഗിവിംഗ് ടൈം ടു ഇസ്രായേൽ ടു ഫിനിഷ് ഓഫ് ഹമാസ്. അതാണ് പ്ലാൻ. തീർച്ചയായും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ AM ഷിനാസ്, നോക്കൂ, ഈ 23 മാസം പിന്നിടുന്ന ആക്രമണം അവിടെ നടന്നു വരിക, അത് അതിൻ്റെ ഏറ്റവും മോശം നിലയിൽ, അല്ലെങ്കിൽ ഏറ്റവും രൂക്ഷമായ സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. 21,000 കുഞ്ഞുങ്ങൾ അവിടെ മരിച്ചു വീണിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. 97% സ്കൂളുകൾ, 90%-ലധികം ആശുപത്രികളൊക്കെയും നിലംപരിശായിരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ലോകമൊന്നാകെ അതിനെ അപലപിക്കുന്ന ഘട്ടത്തിലും ഇസ്രയേൽ 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് പറയുന്നു. പരിഹാസം തുടരുന്നു. അതിനെ റിയൽ എസ്റ്റേറ്റ് ഭൂമിയാക്കി വിൽക്കുന്നു. അതിന്റെ പങ്കിടൽ സംബന്ധിച്ച് ഞങ്ങൾ ട്രംപുമായി ആലോചിക്കുന്നു എന്നതാണ് അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, സ്മോട്രിച്ച്. അമ്മാതിരി പരിഹാസം തുടരുകയാണ്. ലോകത്തെ നോക്കിയാണ് ഇസ്രയേലിന്റെ ഈ പരിഹാസം എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഇന്നത്തെ ദിവസം അവസാന സമയം നൽകിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന് ശേഷം ഗാസയിൽ എന്താകും സംഭവിക്കാൻ പോകുന്നത്? വെടിനിർത്തൽ അകലെയാണ് എന്ന് വരുന്നു. അപ്പോൾ ഇനി ഇസ്രായേലിന്റെ നീക്കം എന്താണ് എന്നതാണ് താങ്കൾ കരുതുന്നത്? നോക്കൂ, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ദോഹയിലെത്തി. അതിന് തൊട്ടു മുമ്പ് തന്നെ ദോഹയിൽ ഇനി ആക്രമണം ഉണ്ടാവില്ല എന്ന് ട്രംപ് ഉറപ്പുകൊടുത്തു. നേരെ പോയത് ടെൽ അവീവിലേക്കാണ്. ടെൽ അവീവിൽ പോയി കരയുദ്ധത്തിന് സർവാത്മന പിന്തുണ നൽകുകയായിരുന്നു മാർക്കോ റൂബിയോ. അപ്പോ ട്രംപ് ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗാസ സ്ട്രിപ്പിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റും എന്ന് ട്രംപ് കുറച്ച് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോ സ്മോട്രിച്ച് ധനമന്ത്രി, ഇസ്രായേലിന്റെ ധനമന്ത്രി പറയുന്നത് അത് റിയൽ എസ്റ്റേറ്റ് ആയിട്ട് അതിന് ഭൂമി തൂക്കി വിൽക്കും എന്ന മട്ടിൽ ഉള്ള പ്രസ്താവന അദ്ദേഹത്തിന്റെ പരിഹാസ. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ അമേരിക്കയും കൂട്ടരും ഒക്കെ തന്നെയാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശങ്ങളെ കുറിച്ചും നിയമാനുസൃതമായ, ചട്ടാനുസൃതമായ ലോകക്രമത്തെക്കുറിച്ചുമൊക്കെ വാതോരാതെ നാഴികക്ക് 40 വട്ടം സംസാരിച്ചു പോരുന്നത്. അതേസമയം യുക്രൈന്റെ കാര്യത്തിലാവട്ടെ, മറ്റു ചില ഇടങ്ങളിലെ കാര്യങ്ങളിലാവട്ടെ, ഈ അന്താരാഷ്ട്ര നിയമങ്ങൾ, ചട്ടാനുസൃതമായ ലോകക്രമം അതേപടി തരിമ്പും പോറലേൽക്കാതെ നിലനിൽക്കണമെന്ന് ആണയിടുന്നവരാണ്. ഗാസയുടെ കാര്യത്തിൽ, പലസ്തീന്റെ കാര്യത്തിൽ ഈ അന്താരാഷ്ട്ര നിയമങ്ങളോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളോ അല്ലെങ്കിൽ ജനീവ കൺവെൻഷൻ ഈ ചട്ടങ്ങൾ അനുസരിച്ച് 5-ൽ 4 വംശഹത്യ സ്ഥിരീകരിക്കുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊന്നും ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന നരമേധത്തിനും ബാധകമല്ല. പക്ഷെ യുക്രൈനിൽ, മറ്റിടങ്ങളിൽ ഇതൊക്കെ അതേപടി നടപ്പാക്കണമെന്ന് ശഠിക്കുന്നവരാണ് ഈ കാര്യത്തിൽ നിസ്സംഗത പുലർത്തുന്നത്. അല്ലെങ്കിൽ നിസ്സംഗതയല്ല, ഈ ഇസ്രായേലിന്റെ ഈ വംശഹത്യ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഫലത്തിൽ.
അപ്പോൾ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഖത്തർ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. മേഖലയിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ സൈനിക ആസ്ഥാനം താവളമുള്ള സ്ഥലമാണ്. എന്നിട്ട് പോലും ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹ ആക്രമിക്കാൻ നെതന്യാഹുവിന് പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ മുതിർന്നുവെങ്കിൽ, നെതന്യാഹു ഒരു അന്താരാഷ്ട്ര നിയമത്തെയും മാനിക്കുന്നില്ല, അതിന് പുല്ലുവില കൽപ്പിക്കുന്നു എന്നാണ്. ഇപ്പോൾ അമേരിക്കയുടെ ഈ പ്രത്യക്ഷമായും പരോക്ഷമായുമുള്ള പിന്തുണ തങ്ങൾക്ക് ഏത് അവസരത്തിലും ഏത് കാലത്തും എന്ത് ചെയ്താലും കിട്ടുമെന്ന ആ ഒരു ധാർഷ്ട്യമാണ്, ആ ഒരു അമിതാത്മവിശ്വാസമാണ് ഇസ്രായേലിനെ ഇങ്ങനെ നയിക്കുന്നത്. ഇസ്രായേലിന്റെ തന്നെ സഖ്യകക്ഷികളായിരുന്ന രാജ്യങ്ങൾ ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ, നോർവേ, സ്പെയിൻ, അവരൊക്കെ ഇതൊക്കെ കണ്ടിട്ട് അവസാനം ഞങ്ങൾ ഈ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രത്തെ അംഗീകരിക്കും, ഇന്നല്ലെങ്കിൽ വളരെ ഉടനെ അംഗീകരിക്കും എന്ന രീതിയിൽ ഒരു തരം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതൊന്നും ഇസ്രായേൽ വകവെക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക എന്ന രാഷ്ട്രത്തിന്റെ, പ്രത്യേകിച്ച് ട്രംപിന്റെ സർവാത്മന ഉള്ള പിന്തുണ തങ്ങൾക്കുണ്ട്. കരയുദ്ധത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ തന്നെയാണ് മാർക്കോ റൂബിയോ പോയത്. അവിടെ പോയി കരയുദ്ധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ കാര്യങ്ങൾ എളുപ്പമായി. അപ്പൊ പിന്തുണ പ്രഖ്യാപിച്ച ഒരു രാജ്യത്തിന് വെടിനിർത്തൽ വീറ്റോ ചെയ്യാൻ പറ്റുമോ? വെടിനിർത്തൽ കരാർ അത് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് വീറ്റോ ചെയ്യുന്നത് എങ്ങനെയാണ് പറ്റുക? അതുകൊണ്ട് അമേരിക്കയുടെ, ട്രംപിന്റെ മനമറിഞ്ഞുള്ള പിന്തുണ ഉള്ളത് കൊണ്ടാണ് ഈ യുദ്ധം, അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയാണ് ഈ യുദ്ധം ഈ നിലയിൽ എത്തുന്നതിന് കാരണമെന്നതാണ് പറയുന്നത്. അതിഥികളിലേക്ക് ഞാൻ തിരിച്ചെത്താം, ചെറിയൊരു ഇടവേള. Presenting the Maruti Suzuki Victoris. Got it all. നോക്കി നിൽക്കാൻ മാത്രമാണോ കഴിയുന്നത്? നമുക്കറിയാം ഖത്തറിൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നു, അപ്പോൾ തിരിച്ചടിക്കും എന്ന് ഖത്തർ പറയുന്നു. പക്ഷേ അതിനെ ശക്തമായി അപലപിക്കുക എന്നത് മാത്രമാണ് അറബ് രാഷ്ട്രങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമപരമായ നടപടികളിലേക്ക് ഖത്തർ കടന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടോ? ഇന്ത്യയുടെ കാര്യം ഉൾപ്പെടെ താങ്കൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് ഇന്ത്യ ചെയ്യുന്നത്? ഇസ്രായേലിന്റെ ഏറ്റവും തീവ്ര വലതുപക്ഷവാദിയായ സ്മോട്രിച്ചിനെ, ഈ പരിഹസിക്കുന്ന, യുദ്ധത്തെ പോലും ഈ രീതിയിൽ പരിഹസിച്ച് സംസാരിക്കുന്ന സ്മോട്രിച്ചിന് ആതിഥേയത്വം വഹിച്ചുകൊണ്ട് വ്യാപാര കരാറിൽ ഉൾപ്പെടെ ഏർപ്പെടുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ലോകരാഷ്ട്രങ്ങളുടെ നിസ്സംഗതയാണോ, അതോ ആ കുറ്റകൃത്യത്തിൽ ഇസ്രായേലിനൊപ്പം ലോകരാഷ്ട്രങ്ങളും പങ്കാളികളാവുകയാണോ? ലോകരാഷ്ട്രങ്ങൾക്ക് ചെയ്യാനാവുന്നതിന് പരിമിതികളുണ്ട്. അത് മാത്രമല്ല, ഒരു ഇന്റർനാഷണൽ ധാരണ പ്രാവർത്തികമാക്കേണ്ടത് ഐക്യരാഷ്ട്ര സംഘടനയിലൂടെയാണ്. ഇന്ന് ഐക്യരാഷ്ട്ര സംഘടന ഏതാണ്ട് പൂർണ്ണമായി ഡീഫങ്ക്റ്റായി മാറിയിരിക്കുന്നു. മോറിബണ്ട് ആൻഡ് മീനിങ്ലെസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പെർട്ടിനന്റ് സൈനിക സഖ്യം നെയ്റ്റോയുടെയാണ്. ഈ നെയ്റ്റോ ഘടക രാജ്യങ്ങൾ പോലും ഏതാണ്ട് മിക്ക യൂറോപ്യൻ പങ്കാളികളും, നെയ്റ്റോയിലെ അമേരിക്കയുടെ യൂറോപ്യൻ പങ്കാളികൾ, അവരെല്ലാം പറയുന്നത് സ്വതന്ത്ര പരമാധികാര പലസ്തീൻ നൽകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു, തങ്ങൾ അതിനോടൊപ്പമാണ് എന്നാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട്. ഇന്നലെ കഴിഞ്ഞ ദിവസം കെയർ സ്റ്റാർമറിന്റെ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന്റെ പരാമർശം വന്നു. ഉടനടി ബ്രിട്ടൻ ഒരുപക്ഷെ അനുവാദം സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ അംഗീകരിച്ചേക്കാം. ഫ്രാൻസിന്റെ ഭാഗത്തു നിന്ന് സമാനമായ പരാമർശം വന്നു കഴിഞ്ഞു. ജർമ്മനിയുടെ ഭാഗത്തു നിന്ന് ഒരു ധാരണയായി കഴിഞ്ഞു. ഏതാണ്ട് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ ഉപരോധം പ്രഖ്യാപിക്കുകയും വെടിനിർത്തൽ ഉടനെ കൊണ്ടുവരികയും അതുപോലെ തന്നെ ഈ പ്രശ്നം തീരുന്നതിനോടൊപ്പം തന്നെ പലസ്തീൻ പരമാധികാര വിഷയവും കൂടി സംഭവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. ഇതിനെ എല്ലാം ഒറ്റയടിക്ക് ഇതിനെ നിരാകരിക്കാൻ അമേരിക്കയുടെ സെക്യൂരിറ്റി കൗൺസിലെ വീറ്റോ കൊണ്ട് കഴിയുന്നു. അതുകൊണ്ട് തീർച്ചയായും യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ആ സംഘടനയെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം ഇനിയിപ്പോൾ പ്രശ്നപരിഹാരം, വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള ദ്വിരാഷ്ട്ര ഫോർമുല ഉൾപ്പെടെയുള്ള പ്രശ്നപരിഹാര മാർഗങ്ങളെ കുറിച്ച് ആരായാൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഖത്തറും ഈജിപ്തും എല്ലാം രംഗത്ത് വരുന്നത്. ഭാഗികമായി അമേരിക്കയുടെ ഒത്താശയോടുകൂടി, അറിവോടെ, സമ്മതത്തോടെ, അനുഗ്രഹത്തോടെയാണ് ഈജിപ്തും ഖത്തറും സമാധാന ശ്രമവുമായി. കാരണം ഖത്തർ തീർച്ചയായും ഏതാണ്ട് എല്ലാ ഘടക സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സംസാരിക്കുന്ന രാജ്യമാണ്. ഹമാസുമായി സംസാരിക്കുന്നു, ഇസ്രായേലിനെതിരെ നിൽക്കുന്ന മറ്റ്
ഇറാനിയൻ ബാക്ക്ഡ് ഗ്രൂപ്പുകളുമായി സംസാരിക്കുന്നു. അവരുടെ എല്ലാം താവളങ്ങൾ അവിടെയുണ്ട്, ഖത്തറിലുണ്ട്. ഇപ്പൊ ഖത്തർ ഒരു ദുരൂഹത നിറഞ്ഞ രാജ്യമാണ് പലരും നോക്കുമ്പോഴും. പക്ഷെ ഖത്തറിന്റേതായ ഒരു രീതിശാസ്ത്രവുമുണ്ട്. അപ്പൊ ആ ഒരു സാധ്യതയെ പൂർണ്ണമായി കൊട്ടി അടയ്ക്കരുത് എന്ന് ഡേവിഡ് ബാർണി, അദ്ദേഹം ഇസ്രയേലിന്റെ ഇന്റലിജൻസ് സംവിധാനമായ മൊസാദിന്റെ തലവനാണ്. അദ്ദേഹം പറഞ്ഞിട്ട് പോലും ബെഞ്ചമിൻ നെതന്യാഹു അത് ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. അത് മാത്രമല്ല, ആർമിയുടെ സീനിയർ ഓഫീസേഴ്സ് പലരും പറഞ്ഞു ഇപ്പോൾ ഖത്തറിനെ ആക്രമിക്കുന്നത് അനുചിതമാണ്. കാരണം ഖത്തർ ഒരു ഉപകാരിയായ രാജ്യമാണ്. പലപ്പോഴും ഇസ്രയേലിന്റെ മറ്റു രാജ്യങ്ങളുമായി സംസാരിക്കാനുള്ള ഒരു നല്ല ഉപാധിയാണ് ഖത്തർ. അങ്ങനെയുള്ള ദൂതനെ പിണക്കുന്നത് ശരിയല്ല. പക്ഷെ ഇതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു ദൂതും ആവശ്യമില്ല, ഒരു മധ്യസ്ഥതയും ആവശ്യമില്ല, ഞങ്ങൾക്ക് നേരിട്ട് തീർക്കാൻ അറിയാം, അമേരിക്കയുടെ പിന്തുണ ഉള്ളിടത്തോളം കാലം ആ ധിക്കാരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളെല്ലാം ചേർന്ന് ശ്രമിച്ചാലും സാധിക്കാതെ പോകുന്നത്. അതുകൊണ്ടാണ് അറബ് ലീഗ് വലിയ പ്രസ്താവനകളാണ് കഴിഞ്ഞ ആഴ്ച ദോഹയിൽ കൺക്ലൂഡ് ചെയ്ത അറബ് ലീഗിൻ സമ്മേളനത്തിൽ കൊണ്ടുവന്നത്. പക്ഷേ അത് പ്രസ്താവനകൾക്ക് ഉപരിയായി പ്രവർത്തനത്തിലേക്ക് കടക്കണമെങ്കിൽ നെയ്റ്റോ മാതൃകയിലുള്ള ഒരു സൈനിക നടപടി ഉണ്ടാകണം. അത് മുൻകാലങ്ങളിലെ തിക്താനുഭവങ്ങൾ ഓർമ്മയിൽ വെച്ചുകൊണ്ടാകാം, ഒരുപക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കൊണ്ടാകാം, അല്ലെങ്കിൽ എബ്രഹാമിക് കരാറുകൾ വെച്ചുകൊണ്ടാകാം. ഇപ്പോൾ ആർമി രാജ്യങ്ങൾ അതിനും തയ്യാറാവുന്ന ലക്ഷണമില്ല. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങളുടെ മനസാക്ഷി ഇസ്രായേലിനെതിരെ ഉണരുമ്പോഴും അവർ പ്രവർത്തിക്കാൻ സാധിക്കാതെ കൈകൾ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടാവാം. തീർച്ചയായും നമ്മൾ ഞാൻ നേരത്തെ മുൻകൂട്ടി പറഞ്ഞതിന് പ്രകാരമല്ല, അരമണിക്കൂറായി നമ്മുടെ ചർച്ചയുടെ സമയം കുറയുന്ന ഒരു സാഹചര്യം ഞാൻ പാനലിസ്റ്റുകളെ അറിയിക്കുകയാണ്. ശ്രീ എം ഷിനാസ്, നമുക്ക് 2 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. നോക്കൂ, എന്താണ് ഇനി സമാധാനത്തിനുള്ള പോംവഴി എന്ന കാര്യം കൂടി നോക്കിയാൽ, ടോണി ബ്ലെയറിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതി രൂപീകരിച്ച് പ്രശ്നപരിഹാരത്തിനുള്ള നീക്കം അമേരിക്കയുടെ കൂടി മുൻഗണനയിൽ നടക്കുന്നു എന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഹമാസ് ആയുധം താഴെ വെച്ചുകൊണ്ട് പലസ്തീൻ അതോറിറ്റിക്ക് നിയന്ത്രണം കൈമാറിക്കൊണ്ട് ഉള്ള പ്രശ്നപരിഹാരം സാധ്യമാകുമോ എന്ന തരത്തിൽ അത് UN തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശമാണ്. അപ്പോൾ എന്ത് സാധ്യതയാണ് താങ്കൾ മുന്നിൽ കാണുന്നത്? അതോ ഇതൊന്നും നടക്കാതെ ഇനിയും ഇങ്ങനെ കുരുതി ഗസയിൽ തുടരുമോ? അത് പിടിച്ചടക്കും വരെ, അല്ലെങ്കിൽ പൂർണ്ണ നിയന്ത്രണം കൈവന്നു കഴിഞ്ഞിരിക്കുന്നു, അതിനുശേഷവും അത് പൂർണ്ണമായും ഇസ്രായേൽ നടപ്പാക്കും എന്നാണോ താങ്കൾ കരുതുന്നത്? ഇസ്രായേലിന്റെ ആത്യന്തിക പദ്ധതി എന്ന് പറഞ്ഞാൽ ഗാസ മാത്രമല്ല, വെസ്റ്റ് ബാങ്ക് കൂടി പിടിച്ചെടുത്ത് അവിടെ ജൂത സെറ്റിലേഴ്സിനെ കുടിയിരുത്തുക എന്നതാണ് ഗ്രേറ്റർ ഇസ്രായേൽ. അതാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ, ആ ഭരണകൂടത്തിലെ തീവ്ര നെതന്യാഹുവിന്റെ മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ തീവ്ര നിലപാടുള്ള തീവ്ര കക്ഷികളുടെ ഒക്കെ നിലപാട്. അതിൽ നിന്ന് ഭിന്നമായി ഒരു ദ്വിരാഷ്ട്ര പരിഹാരം, പലസ്തീൻ ഒരു സ്വതന്ത്ര പലസ്തീൻ പരമാധികാര രാഷ്ട്രം എന്നത് ഓസ്ലോ കരാറിന്റെ കാലം മുതലേ ലോകരാജ്യങ്ങളിൽ മിക്കതും മഹാഭൂരിപക്ഷവും അംഗീകരിച്ചതാണ്. അത് അങ്ങനെ അംഗീകരിച്ച രാഷ്ട്രങ്ങളാണ് ഇപ്പോൾ സ്വതന്ത്ര പരമാധികാര രാജ്യം അംഗീകരിച്ചതായി പ്രഖ്യാപിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ സ്വതന്ത്ര പരമാധികാര രാജ്യമായി വാക്കുകളിൽ പ്രസ്താവിച്ചാൽ മാത്രം പോരാ. UN ജനറൽ അസംബ്ലി എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു തരം പല്ലും നഖവും ഇല്ലാത്ത അസംബ്ലിയാണ്. പ്രസ്താവനകൾ മാത്രം നടത്താനേ പറ്റൂ. UN സെക്യൂരിറ്റി കൗൺസിലിനാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. അവിടെ അമേരിക്ക എന്തായാലും വീറ്റോ പ്രയോഗിക്കും. അതുകൊണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളും ഒക്കെ ഈ സ്വതന്ത്ര പരമാധികാര പലസ്തീൻ എന്നത് യാഥാർത്ഥ്യമാക്കാൻ വെറും പ്രസ്താവനകളും അംഗീകാരം നൽകുന്ന ഒരു ക്രമവും മാത്രം പാലിച്ചാൽ പോരാ. ഇസ്രായേലിന് സാമ്പത്തിക ഉപരോധങ്ങൾ, ഇപ്പൊ റഷ്യക്കെതിരെ എത്ര സാങ്ഷൻസ് ഉണ്ട്, അതുപോലെയുള്ള സാങ്ഷൻസ്, ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ, ആയുധ വ്യാപാരത്തിൽ, ആയുധങ്ങൾ അവിടെ ഇവിടെ ഈ സംയമനം പാലിക്കണം, ഗാസ യുദ്ധം നിർത്തണം, കൂട്ടക്കുരുതി അവസാനിപ്പിക്കണം, വംശഹത്യ ഉടനെ അവസാനിപ്പിക്കണം എന്നൊക്കെ പറയുന്ന കൂട്ടർ തന്നെ ആയുധങ്ങൾ കൊടുക്കുന്നു, പ്രത്യേകിച്ച് അമേരിക്ക. നയതന്ത്ര ബന്ധം പഴയ പോലെ തന്നെ തുടരുന്നു. ഈവൻ അറബ് രാജ്യങ്ങൾ പോലും ഈ എബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെച്ച അറബ് രാജ്യങ്ങളുടെ പ്രസ്താവനയാണ്, ശക്തമായ പ്രസ്താവന അപലപിച്ചു, പ്രസ്താവന ഇറക്കി. പക്ഷേ ഖത്തർ, അമേരിക്ക ഇവരെന്താണ് ചെയ്തത്? ഖത്തറും അമേരിക്കയും കൂടി മറ്റൊരു കൂടുതൽ ദൃഢമായ ഒരു സുരക്ഷാ കരാറിൽ ഒപ്പുവെക്കുന്ന കാര്യമാണ് ചർച്ച ചെയ്തത്. അത് ഒപ്പുവെക്കും. അപ്പോ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് പോലും
ഈ കാര്യത്തിൽ ശക്തമായ പ്രസ്താവനകൾക്ക് അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നത് നാം കാണണം. ഇസ്രായേലിന്റെ എന്നത്തെയും ആവശ്യം പലസ്തീൻ പ്രശ്നത്തെ ലോക്കലൈസ് ചെയ്യുക എന്നതായിരുന്നു. ലോക്കലൈസ് പലസ്തീനിയൻ ക്വസ്റ്റ്യൻ വിതൗട്ട് ഇൻവേഷൻ, വിതൗട്ട് കോൺസിക്വൻസസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കുറെ കാലം തുടർന്നു പോയി. പക്ഷെ ഹമാസ് ഒക്ടോബർ 7 2023 പലസ്തീൻ പ്രശ്നത്തെ വീണ്ടും റീജിയണലൈസ് ചെയ്യുകയാണ് ഉണ്ടായത്. വാസ്തവത്തിൽ പലസ്തീൻ പ്രശ്നം ഈ പശ്ചിമേഷ്യയുടെ ഭൗമരാഷ്ട്രീയത്തിലെ കേന്ദ്ര പ്രശ്നമായി വീണ്ടും വരാനുള്ള ഒരു നിമിത്തമായി ഹമാസിന്റെ ആക്രമണം. ആ ആക്രമണത്തെ ഞാൻ ന്യായീകരിക്കുകയാണ്. തീർച്ചയായും ഏതായാലും സമയം പരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്നോട് ക്ഷമിക്കുക ശ്രീ എം ഷിനാസ്, താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കിയിട്ടില്ല എന്നത് വ്യക്തമാണ്. പക്ഷേ എനിക്ക് ഇടപെടേണ്ടി വരുന്നു, ക്ഷമിക്കുക. ഇവിടെ ഈ പ്രത്യേക സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു പരിപാടികൾ കാണാം. നമസ്കാരം.